എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വിഷുക്കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു കൃഷ്ണ കഥയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ഭഗവാന് കൊടുത്താലാണ് ഒരു പൂർണ്ണ സംതൃപ്തി വരിക അല്ലേ? എന്തൊക്കെയാണ് ഭഗവാൻ ആളുകൾ കൊടുക്കുന്നത്? ഭഗവാന് സ്വർണ്ണക്കിരീടം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഭഗവാന് പട്ടുവസ്ത്രങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഭഗവാൻ ആനയെ തന്നെ സമ്മാനമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഭഗവാന് വാഹനങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഭഗവാന് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ വെച്ച് ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള സമ്മാനം ഏതായിരിക്കും എന്നൊന്ന് ചിന്തിച്ചാൽ ആ ചിന്ത അവസാനിക്കുന്ന ഒരു കഥയാണ് ഇന്നേ ദിവസം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പഴം വിൽപ്പനക്കാരിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും കഥയാണിത്. ഭഗവാൻ തൻ്റെ ബാല്യകാലത്തിൽ ഗോകുലത്തിൽ താമസിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കഥയായിട്ടാണ് ആചാര്യന്മാർ ഇതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കഥ ശ്രവിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ രൂപം മനസ്സിൽ സങ്കല്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പനെ എല്ലാവരും മനസ്സിലേക്ക് സങ്കല്പിക്കുക. ആ ഭഗവാന്റെ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരിക്കലും ഭഗവാൻ രാവിലെ എല്ലാ സമയത്തും കുറച്ച് താമസിച്ച് എഴുന്നേൽക്കുന്ന ശീലം കുട്ടിയായിരിക്കുമ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാണ്. താമസിച്ച് എണീറ്റ് കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യം ചെയ്യുക ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ പാല് കുടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണത്രേ ഭഗവാന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അന്നേ ദിവസം അമ്മ പുറത്തെവിടെയോ പോയിരിക്കുന്നൊരു സമയമായിരുന്നു. ഉണ്ണി എണീറ്റപ്പോൾ അമ്മയെ കാണുന്നില്ല. ഭഗവാന് വിശക്കാൻ തുടങ്ങി. വെണ്ണയും തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദൂരെ എവിടേക്കോ തനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അമ്മ. തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും മോഷിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരും എണീറ്റിട്ടും ഇല്ല. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ശങ്കിച്ചിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു എന്നാണ്. അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഫലങ്ങൾ വേണോ ഫലം വേണോ എന്നൊക്കെയാണത്രേ. അപ്പോൾ ഭഗവാൻ തമാശയായിട്ട് ചിന്തിച്ചു. മനസ്സിൽ നിന്ന് പറയാറുണ്ട് ആചാര്യന്മാർ, സാധാരണ എല്ലാവർക്കും ഫലം കൊടുക്കാറുള്ളത് ഞാനാണ്. ചെയ്തതിൻ്റെ കർമ്മഫലം ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇത് ആദ്യമായിട്ട് ഒരാൾ എന്നോട് ഫലം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഫലം ഒന്ന് വാങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഭഗവാൻ ആ ചേച്ചിയെ, അവരുടെ സഹോദരസ്ഥാനിയായിട്ടുള്ള ഒരാളാണ്, മുതിർന്ന ആളാണ്, അവരെ കൈ കൊട്ടി വിളിച്ചു. അപ്പോൾ വലിയൊരു കൂടെയായിട്ട് ഇത്തിരി പ്രായമായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഭഗവാന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്തോറും അവരുടെ കൊട്ടയുടെ ഭാരം കുറഞ്ഞതായിട്ടും അവരുടെ മനസ്സ് ഒരു അപ്പൂപ്പൻ താടി പോലെ നൈർമല്യമുള്ളതായിട്ടും അവർക്ക് തോന്നിയെന്നാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ തൊട്ട് ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പല ആൾക്കാരും പറയുന്ന കേൾക്കാറുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഗുരുവായൂരൊക്കെ വരുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല, നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നുന്നു. അതുപോലെ ആ ഭഗവാന്റെ കണ്ണിലേക്ക് ആ സ്ത്രീ നോക്കിയ നിമിഷം തന്നെ ഭഗവാനുമായിട്ടുള്ളൊരു ആത്മബന്ധം അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ആ കുട്ടിയുടെ ഓമനത്വം, അതിൻ്റെ ചിരി, അതിൻ്റെ നുണക്കുഴിയൊക്കെ കണ്ടപ്പോൾ അത്രയധികം സന്തോഷം ആ പെൺകുട്ടിക്ക് ഉണ്ടായി. ഉടനെ തന്നെ ഭഗവാൻ ചോദിച്ചു, എനിക്കിത്തിരി പഴം തരാൻ സാധിക്കുമോ? അപ്പോൾ വളരെയധികം ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി ആ പെൺകുട്ടി ഭഗവാനോട് പറയുന്നുണ്ട്, ഈ കൊട്ടയിലുള്ള പഴം മുഴുവൻ നിനക്കാണ്, ഇത് മുഴുവൻ എടുത്തോളൂ. എന്നിട്ട് ഒന്നും തന്നെ ചിന്തിക്കാതെ ആ ഭഗവാന്റെ മുമ്പിലേക്ക് തൻ്റെ കയ്യിലുള്ള, താൻ പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുള്ള ഒരു ദിവസം മുഴുവൻ കച്ചവടം ചെയ്യേണ്ടതായിട്ടുള്ള, അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വൈകിട്ട് അരി വെക്കാനുള്ളതായിട്ടുള്ള പഴങ്ങൾ മുഴുവൻ ആ ഭഗവാന്റെ കാലിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് കൊട്ടിക്കൊടുത്തു എന്നാണ്. എന്നിട്ട് ആ ഉണ്ണിയെ എടുത്ത് കുറേ നേരം കൊഞ്ചിക്കണു, ഉമ്മ കൊടുക്കണു, കെട്ടിപ്പിടിക്കണു. അതിനെ അവിടെ നിർത്തി പോകാൻ തുടങ്ങി ആ സ്ത്രീ. മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് പോകുന്നത്. എങ്കിൽ പോലും സമയമായി എന്ന് കണ്ടപ്പോൾ ഇറങ്ങി. ആ സമയത്താണ് അത്ര ഭഗവാൻ വീണ്ടും കൈകൊട്ടി വിളിക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ നിന്നും ഒന്നും ചെലവില്ലാണ്ട് വാങ്ങരുത്. എന്തെങ്കിലും ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പത്തായത്തിലേക്ക് പോയി എന്നാണ്. അവിടെ പോയി തൻ്റെ കുഞ്ഞ് കൈകൊണ്ട് ആ പത്തായത്തിൽ കൈയിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു പിടി നെല്ല് ശേഖരിച്ചു വന്നു എന്നാണ്. പാവം കുഞ്ഞേ ഭഗവാനാണ്, ഉണ്ണികൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കയ്യിന് വലിയ വലുപ്പമൊന്നുമില്ല, അത്ര കുറവ് നെല്ലേ ഉള്ളൂ. അത് വെച്ച് പിച്ച വെച്ച് വരുന്ന സമയത്ത് പകുതി നെല്ല് കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നതും ഭഗവാൻ അറിയുന്നില്ല. എന്തു തന്നെ ആയാലും ശേഷിച്ച ഒരു 4-5 നെൽമണികൾ ആ കൂടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, സന്തോഷമായില്ലേ എന്ന്. ആ പെൺകുട്ടി ചിരിച്ചു കളിയാക്കിയിട്ട്, ഇതാണോ ഇവൻ എനിക്ക് തരുന്നത്? എന്തിനാണ് നീ എനിക്ക് എന്തെങ്കിലും തന്നത് കൃഷ്ണ? നിന്റെ ഈ ചിരി മാത്രം പോരെ എനിക്ക്, അത് കണ്ടാൽ തന്നെ എനിക്ക് സന്തോഷമാവും, എനിക്ക് ഒരു പ്രതിഫലവും വേണ്ടാന്ന് പറഞ്ഞ് ആ കൊട്ട എടുത്ത് പോയി എന്നാണ്. പക്ഷെ പോകെ ആ കൊട്ടയുടെ ഭാരം
വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് ആ സ്ത്രീക്ക് തോന്നുന്നു. അവിടെ കണ്ട ഒരു അത്താണി എന്ന് വിളിക്കപ്പെടുന്ന ഭാരം ഇറക്കി വെക്കുന്ന സ്ഥലത്ത് അവർ ആ കുട്ട ഇറക്കി വെച്ച് അതിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ കുട്ട നിറയെ സ്വർണ്ണ നാണയങ്ങളും വിശേഷപ്പെട്ട രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു കുട്ടയാണ് അത്രേ കണ്ടത്. ആ കണ്ട ആ സമയത്ത് തന്നെ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വന്നു എന്നും അവർ ഉറക്കെ കൃഷ്ണ എന്ന് വിളിക്കുകയും ചെയ്തു എന്നുമാണ് ആ കഥയിൽ പറയുന്നത്. നോക്കൂ, എന്താണ് ഈ കഥയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആത്യന്തികമായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കൊടുക്കുമ്പോൾ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുന്നുള്ളൂ. ഒന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ഭഗവാന് വെണ്ണ കൊടുക്കുമ്പോൾ, ഭഗവാന് പാൽപ്പായസം കൊടുക്കുമ്പോൾ, ഭഗവാന് കദളിപ്പഴം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്തയുണ്ട്, ഇത് സ്വീകരിച്ച് കൃഷ്ണൻ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരും, ഇത് നടത്തി തരും, അതിനാണ് ഞാനിത് കൊടുക്കുന്നത്. ആ ചിന്തയോടുകൂടി എന്തൊക്കെ നമ്മൾ ഭഗവാന് കൊടുത്തിട്ടും പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഭഗവാനെ ഇത് അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ മാത്രമാത്രേ ഭഗവാൻ അതിനെ സ്വീകരിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നതും അതിനപ്പുറവും തന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഭഗവാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഭഗവാനോട് ചോദിക്കാതെ ആ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഭഗവാനെ പോലെ അറിയാവുന്ന മറ്റാരും തന്നെ ഇല്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതുപോലെ പത്രം പുഷ്പം ഫലം തോയം എന്തെങ്കിലും ഒന്ന് ഭക്തിയോടുകൂടി എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കും എന്ന് ഭഗവാൻ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടുകൂടി നമ്മുടെ മനസ്സിനെ ഒരു താമരപ്പൂവാക്കി ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ കഥയിൽ നിന്ന് പഠിക്കാം. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.